അദ്ദേഹം പറഞ്ഞതിനെ പറ്റിയുള്ള ഇവൻ പറഞ്ഞിട്ട് നോ കമൻസ്. അവിടെ നടന്നതാണ്, അതാണ് ഞാൻ പറയാതെ പുള്ളി പറഞ്ഞതാണ് കേൾപ്പിച്ചത്. അപ്പം ഇത് ഇങ്ങനെയുള്ള നേരത്തെ ഇത്രയും 50 വർഷത്തിനിടയ്ക്ക് ഓർമ്മിക്കാൻ മനസ്സിലെന്നും സൂക്ഷിക്കാൻ പറ്റുന്ന ചില അനുഭവങ്ങളിലൊന്ന് ഇതൊക്കെ തന്നെയാണ്. ഇതിനെ നമ്മൾ അതിജീവിക്കണം. താങ്ക് യു. പ്ലീസ് പറയൂ. അവാർഡ് അറിയില്ല അതിനെപ്പറ്റി. അത് എൻ്റെ ഒരു മേഖലയെ പറ്റില്ല. അങ്ങനെ പറഞ്ഞ കാര്യം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച് നോക്കാം. പഴയത് 1997-ലാണിത്. 1997-ലാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അന്നത്തെ കാലത്തെ കാര്യമാണ്. എത്ര വർഷമായി? അതെ, സത്യമായിട്ടിരിക്കണമല്ലോ. അതുകൊണ്ട് മാത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുക. നമ്മുടെ ശേഖരത്തിൽ ഇതുണ്ട്. തീർച്ചയായിട്ടും അറ്റിറ്റാണ്. നമ്മൾ എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് പറയാൻ ഒക്കത്തില്ല. സിനിമ സംഭവിക്കുന്നതാണ്, ഉണ്ടാക്കുന്നതല്ല. അല്ലേ? എത്ര നമ്മൾ വിചാരിച്ചാലും സംഭവിക്കുമ്പോഴേ സിനിമ ആയെന്ന് പറയാൻ ഒക്കത്തില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ കഥാപാത്രവും അങ്ങനെ ഒരു പ്രത്യേക നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയാണെങ്കിലേ ആ സിനിമ ചെയ്ത് കാര്യമുള്ളൂ. അത് ഈ സിനിമ മോശമാണെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമാണല്ലോ. എങ്ങനെയാണ് ഈ ചിത്രം? എന്നെ സംബന്ധിച്ച് ഞാനൊരു സിനിമ തയ്യാറായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോ ഞാൻ തിയേറ്ററിൽ ഓഡിയൻസിനോടൊപ്പം ഇരുന്ന് തന്നെ കാണും, അവരറിയാതെ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന റെസ്പോൺസാണ് തിയേറ്ററിലുള്ളതെങ്കിൽ അപ്പം ഞാൻ സിനിമ മറക്കും. എനിക്ക് താല്പര്യമില്ല. അതിനകത്ത് ഞാൻ ചിരിക്കാൻ പറഞ്ഞത് ആൾക്കാർ കരയുകയും ഞാൻ കരയാൻ പറഞ്ഞ ചിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മനസ്സിന് വിഷമമുണ്ടോ? ഉണ്ടാകാറില്ല സാറിന് രീതിയിൽ. പ്ലീസ് എവിടെ ഏതാ? ആ, ഗൗരിയമ്മയോ? നിങ്ങൾ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇല്ലില്ല. യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായ ഒരു കമൻറ്റാണ് താങ്കൾ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്നെ രാഷ്ട്രീയത്തിലേക്ക് ഏറ്റവും കൂടുതൽ എന്നെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളത് ലീഡർ കരുണാകരനാണ്. അദ്ദേഹം എന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രസരിപ്പിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ഏപ്രിൽ 18 സമയത്താണ് ഓർമ്മ, 1984. അന്ന് അദ്ദേഹം ഒരു ബാച്ച് സാംസ്കാരിക ആൾക്കാരെ കൊണ്ടുവന്നു. എനിക്കൊന്ന് സാവിത്രി ലക്ഷ്മണോ അത് ഒരു ബാച്ച് വന്നത് ഇലക്ഷന്. ആ കൂട്ടത്തിലായിരുന്നു എന്നെയും കൂടെ അദ്ദേഹം കാസ്റ്റ് ചെയ്തു. ഞാൻ സ്നേഹപൂർവ്വം നിരസിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ഷണം വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നല്ല, വേറെ ഞാനത് പിന്മാറിയ കാരണം മനസ്സമാധാനം വേണമെന്ന് എഴുതിയത്. കാരണം എനിക്കത് കോളിംഗ് സ്പീഡ് നമ്മൾ എന്താ പറയണ്ടേ, 10 പേരിൽ 6 പേര് പറഞ്ഞാൽ അച്ഛൻ്റെ പേര് മാറ്റേണ്ട ബാധ്യത വരുന്ന ഒരു ജനാധിപത്യമുണ്ട്. അത് നമുക്ക് ബുദ്ധിമുട്ട് വരും. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ മനസാക്ഷിക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരും. അതിലും ഭേദം വേണ്ടാന്ന് വെച്ചു. ഓ